റോസ് ഗാർഡൻ കാണാൻ പോയി വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിറയെ തേയിലത്തോട്ടങ്ങളാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് കിലോമീറ്ററുകളോളം തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ നടുവിലാണ് ഇപ്പോൾ നമ്മളിവിടെയൊക്കെ ആയിരിക്കുക. വളരെ ദൃശ്യമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ മുഴുവൻ. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഹോഴ്സ് റൈഡിങ്ങിനും ഒക്കെ സൗകര്യമുണ്ട്. ഞങ്ങൾ മറ്റത്തിൽ നിന്ന് 3 വണ്ടിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 150ഓളം ആളുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഇവിടെ എത്തി. അടിമാലിയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ മൂന്നാറിലെ റോസ് ഗാർഡനിലാണ് ഇപ്പോൾ ആയിരിക്കുക. ഇവിടുത്തെ മനോഹരമായ പുഷ്പങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ, വിവിധ വലുപ്പത്തിൽ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഞങ്ങളുടെ മറ്റത്തുള്ള ടീമാണ്. വളരെ ദൃശ്യ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മൂന്നാറിലെ റോസ് ഗാർഡനിലാണ് നാം ഇപ്പോൾ. ഇവിടുത്തെ പൂക്കളുടെയൊക്കെ വലുപ്പം വളരെയധികം വലുതാണ്. ഓരോ പൂക്കളും വളരെ വലുതാണ്. ചുറ്റുവട്ടത്തും അകലൊക്കെ കാണുന്നതൊക്കെ നല്ല ടീ മലനിരകളാണ്. തോട്ടം നട്ടോനേ, നീയാടിൻ യുവമണവാളൻ, നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ, നാഥാ ഞാൻ നിൻ മണവാട്ടി. ചെയ്യണമെന്നോട് കാരുണ്യം. സ്ഥലമാണ് ഇവിടെ. പൂക്കളുടെ ചെടികൾ, ഒരുപാട് തരം വെറൈറ്റികൾ ഒക്കെ. ഏതൻ തോട്ടം നട്ടോനേ, നീയാടിൻ യുവമണവാളൻ, നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ, നാഥാ ഞാൻ നിൻ മണവാട്ടി. നീയാടിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ചെടികളുടെ ദൃശ്യങ്ങളാണ് കാണാത്ത ഒരുപാട് തരം ചെടികൾ മനോഹരമായ ഒരുപാട് റോഡുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇലച്ചെടികളുടെ പാമ്പ് ചെടികൾ, അങ്ങനെ ബിഗോണിയ, വിവിധ തരത്തിലുള്ള ബിഗോണിയകളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുക. വീണ്ടും നമ്മൾ പുഷ്പങ്ങളിലേക്ക് എത്താൻ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരുപാട് ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ചെടികൾ വിൽപ്പനയ്ക്കാണ്. 150 രൂപ
മൂന്നാറിലെ ചരിത്ര പ്രസിദ്ധമായ എക്കോ പോയിന്റ്. ഇവിടെ നിന്ന് നമ്മൾ സൗണ്ട് കിട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രതിധ്വനികൾ ഇങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും എക്കോ പോയിന്റിലേക്ക് കടക്കാൻ ഒരാൾക്ക് എൻട്രി ഫീസ് 10 രൂപയുള്ളൂ. വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടേക്കും എത്തുന്നുണ്ട്. 10 രൂപ കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് ഇവർക്ക്. അങ്ങനെ മനോഹരമായിട്ട് ബോട്ടിംഗ് കൂടിയുണ്ട്. ആളുകൾ ഹൗസ് ബോട്ട്, ചെറിയ ബോട്ടുകൾ, വഞ്ചികൾ കൊണ്ട് നമുക്ക് സ്വയമായിട്ട് ചവിട്ടാവുന്ന 3 രൂപയാണ് ഒരാൾക്ക് അതിൻ്റെ ചാർജ്. അതിലും കുറേ ആളുകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. എന്തായാലും വളരെ നയനമനോഹരമായ എല്ലാ ഭാഗത്തും മലനിരകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ തടാകം ഈ പോയിന്റ്. എന്തായാലും അതിൻ്റെ പ്രതിധ്വനികളൊക്കെ ചെറിയ രീതിയിലൊക്കെ വരുന്നുണ്ട്. തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ വ്യൂ പോയിന്റ്. ഇവിടേക്കും ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം ഇവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. സമയം ഏകദേശം 1 മണിയോട് അടുത്ത് ഡാമിൻ്റെ മുകളിലാണ് നമ്മളായിരിക്കുക. വളരെയേറെ മനോഹാരിതയുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇവിടെയും ചുറ്റുഭാഗങ്ങളും നിറയെ മരങ്ങളും അതുപോലെ തന്നെ വനങ്ങളുമൊക്കെയുള്ള സ്ഥലം. അതിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഈ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിലൂടെ വണ്ടികളും പോകുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെയും എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഡാമിൽ നിന്നുള്ള വെള്ളം മറുഭാഗത്ത് വളരെയധികം ഭംഗിയിൽ പോകുന്ന ഒരു നയനാനന്ദകരമായ കാഴ്ചയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ആ ഒരു ടണലിലൂടെ വന്ന് ആ വെള്ളം അതിശക്തമായ രീതിയിൽ ഈ പുറത്തേക്ക് ഒഴുകുന്ന, എന്നിട്ടൊരു തോട് പോലെ ഒഴുകിപ്പോകുന്ന ദൃശ്യമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുക. ഇവിടെയും വളരെയേറെ ദൃശ്യ മനോഹാരിത നമുക്ക് ആവോളം ആസ്വദിക്കാം. അത് ഇങ്ങനെ ഒരു മഞ്ഞ് പോലെ, അത് അപ്പുറത്തും അതുപോലെ ഒരു പുകപ്പടലങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയും മഞ്ഞ് പോലെയൊക്കെ കാണുന്നുണ്ട്. വളരെയേറെ നയനമനോഹരമാണ്. മഴ ഇപ്പോൾ ഒരു അല്പം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഞങ്ങളുടെ അവിടെ നിന്നുള്ള 150ഓളം ആളുകൾ ഇപ്പോൾ ഈ കണ്ടല ഈ ഡാമിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആവോളം ആസ്വദിക്കാവുന്നതാണ്. ഇത് മൂന്നാറിലെ ടോപ്പ് വ്യൂ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നിറയെ മഞ്ഞ് മലകൾ മാത്രമാണ് കാണാൻ സാധിക്കുക. നല്ല കോടയുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. എവിടേക്ക് നോക്കിയാലും ഇതുപോലെ കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു മൂന്നാർ. അതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ.
മൂന്നാറിലെ ടോപ്പ് വ്യൂവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരുപാട് അകലെയാണ് ആ മല നിൽക്കുന്നത്. അത് വളരെ നമുക്ക് അടുത്തായി തോന്നുന്നു. നല്ല കോടയുള്ള ടൈമാണ്, അതുകൊണ്ട് നമുക്ക് മുഴുവൻ കാര്യങ്ങൾ കിട്ടുന്നില്ല. ഒരുപാട് അടി താഴ്ചയുണ്ട്. അവിടെ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇതൊരു സമുച്ചയം കാണുന്നുണ്ട്. ഇവിടെയും ഒരുപാട് ടൂറിസ്റ്റുകളുടെ ആധിക്യമുണ്ട്. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മളുടെ മൂന്നാറിൻ്റെ മലനിരകളാണത്. തേയിലത്തോട്ടങ്ങളാണ്. കിലോമീറ്ററുകൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ തോട്ടങ്ങൾ. റോഡിന് ഇരുവശത്തും നിറയെ തേയിലക്കാടുകളാണ്. അതിനപ്പുറത്ത് ധാരാളം മറ്റ് മരങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതലും ഇവിടെ തേയിലത്തോട്ടങ്ങളാണ്. കിലോമീറ്ററുകൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഒരു മലയുണ്ട്, ആ മലയുടെ അപ്പുറത്തും ഇതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളാണ്. നയന മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. അഗാധമായ കൊക്കകളും അതുപോലെ തന്നെ പച്ചപ്പും നോക്കത്താ ദൂരത്തുള്ള മരങ്ങളും അതുപോലെ തന്നെ മലകളും ഒക്കെ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഓക്കെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ മുന്നിലാണ് മൂന്നാറില്. ഇപ്പോൾ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനുള്ള ഒരു ഇതിലാണ്. വരും, വേറെ വണ്ടിയിൽ വരും. ഞങ്ങൾ always felt so pretty. No one is sending postcards from the city. I've been walking downtown every day. Despite of this, I always try to fit in. When they consume my head, I hate this feeling. I wanna be a paragon, not a villain.